കുട്ടികളെ സുപ്രഭാതം. ഇന്ന് മെയ് 5 ട്യൂസ്ഡേ. എക്സാമിനൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനി വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. മിക്കവാറും ഇന്നും നാളെയുമായി ഗവൺമെൻറ് ഡിക്ലറേഷൻ നടത്തും. അങ്ങനെ എക്സാം ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം വളരെ കുറഞ്ഞു പോകും. അടുപ്പിച്ചായിരിക്കും എക്സാം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അന്ന് തുടർന്ന ക്ലാസ്സിൻ്റെ വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ നോക്കാം. അന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗം ചെറിയൊരു മിസ്സിങ് വന്നിരുന്നു. നമുക്ക് അവിടെ തൊട്ട് തുടങ്ങാം. വേഗം തന്നെ കണക്കിലേക്കാണ് എനിക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നാം ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. ABC എടുത്തു, ഇവിടെ 60 എടുത്തു, ഇവിടെ 30 എടുത്തു. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്തത്. ഇതിലൊരു റേഷ്യോ നമ്മൾ എഴുതി 30, 60, 90. 1:√3:2 എന്ന് നമ്മൾ പ്രൊപ്പോസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു അളവ് തന്നാൽ എങ്ങനെയാണിത് കണ്ടെത്തുക എന്നുള്ളത് നോക്കാം. നല്ലോണം ശ്രദ്ധിച്ചു നോക്കൂ. 30യുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു 12 സെൻറ്റിമീറ്റർ തന്നു. എന്നിട്ട് നമ്മോട് ആവശ്യപ്പെട്ടു ടു ഫൈൻഡ് BC ആൻഡ് AC. വെരി സിമ്പിളാണ് ഇവിടെ. കാരണം നാം BC എത്തുന്നു. 30ൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ 12 തന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് 12 എഴുതി. ഇനി 9യുടെ ഓപ്പോസിറ്റ് 2 ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 2 × 12 24 ആണ്. ഇത് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12√3 എല്ലാം കിട്ടി നമുക്ക്. ഇനി നാം എന്ത് ചെയ്താൽ മതി, ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് ഏതിൻ്റെയൊക്കെ ഏത് സൈഡിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണോ ആ ഓപ്പോസിറ്റുകളുടെ വാല്യൂസ് ചെയ്യാം. BC ആൻഡ് ഓപ്പോസിറ്റ് ആണ്, 60യുടെ ഓപ്പോസിറ്റ് ആണ്, ഓൾറെഡി 12√3. AC ആരുടെ ഓപ്പോസിറ്റ് ആണ്, 90യുടെ ഓപ്പോസിറ്റ് ആണ്, 24. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക. ഇനി ഈ അളവ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നു, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടത്തെ ഇതൊന്ന് മാറ്റുന്ന 12 ഇവിടെ കൊടുക്കും. AC ഓപ്പോസിറ്റ് ഓഫ് 90, ഓപ്പോസിറ്റ് 90 12 കൊടുക്കും. അപ്പോൾ 30ൻ്റെ എഴുതാൻ എളുപ്പമാണ്. 2 1 ആണെങ്കിൽ ഇതിൽ ഹാഫ് ആണല്ലോ. അപ്പോൾ 12ൻ്റെ ഹാഫ് 6. അപ്പോൾ ഇവിടെ എത്ര വരും, √3 മൾട്ടിപ്ലൈ 6√3. ഇവിടെ അളവുകൾ AB എന്ത് വന്നു, 30യുടെ ഓപ്പോസിറ്റ് 6. BC എന്ത് വന്നു, BC ആരുടെ ഓപ്പോസിറ്റ് ആണ്, Aയുടെ ഓപ്പോസിറ്റ്, 60യുടെ ഓപ്പോസിറ്റ് 6√3. ഓക്കെ, ഇത് രണ്ടും എളുപ്പമാണ്. ഇത് അടുത്ത ഭാഗം ചെയ്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ശ്രദ്ധിച്ചു. ഈ 12ൻ്റെ അളവ് 60ക്ക് ഓപ്പോസിറ്റ് ആവും. ഇവിടെയാണ് നമുക്ക് വരുന്ന ചെറിയൊരു പ്രോബ്ലം. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് ആണ് 12 വരുന്നത്. അപ്പൊ 1ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും എന്നാണ്. 1ൻ്റെ ഓപ്പോസിറ്റ് ഇത് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണല്ലോ √3 കിട്ടുന്നത്. ഒന്നിനെ √3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് √3 കിട്ടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യണം, 12നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ചെറിയൊരു പ്രോസസ്സുണ്ട്. 12/√3 ഇങ്ങനെ എഴുതിയതിനു ശേഷം √3/√3 ചെയ്യണം. അപ്പൊ 12√3 മുകളിൽ കിട്ടി, √3/√3 3 കിട്ടി. ക്യാൻസൽ ചെയ്താൽ 4√3. അപ്പൊ ഇവിടെ എഴുതേണ്ടത് 4√3 ആണ്. അവിടെ 4√3. അപ്പൊ ഇനി അപ്പുറത്ത് എഴുതാൻ ബുദ്ധിമുട്ടില്ല. എന്താണ്, നേരെ പോന്നാല് 4ന്റെ ഡബിൾ ആണല്ലോ, 8√3. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ വരും. നമുക്ക് AB ആരുടെ ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് 4√3. BC AC 8√3. കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നാം ക്ലാസ്സിലാണെങ്കിൽ ആവർത്തിച്ച് പറയും.
ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇത് ആവർത്തിച്ച് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എഴുതും. ഇതിന് സൈൻ കോസ് ഉപയോഗിച്ച് ചെയ്യാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഒരു എളുപ്പമാർഗമാണ് നമ്മളോട് സ്വീകരിച്ചിരിക്കുന്നത്, അതിൽ ചെയ്താൽ മതി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കാണ് നമുക്ക് ചെയ്യുന്നത്. മറ്റൊന്നും കൂടെ ഇവിടെ ഇനി നമുക്ക് ചർച്ച ചെയ്യാം. സർക്കിൾ ആൻഡ് ട്രയാങ്കിൾ. സർക്കിൾ ട്രയാങ്കിളും പഠിക്കുന്നതിന് മുമ്പ് ആ കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗമാണ്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊരു കോഡ് വരച്ചതിന് ശേഷം കോഡിന് നീളം കണക്കാക്കാനോ അല്ലെങ്കിൽ റേഡിയസ് കണക്കാക്കാനോ നാം ഒരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും. 2r ഇൻറ്റു സൈൻ c/2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ 2r ഇൻറ്റു സൈൻ c/2 ഈ എ ബി എന്നതിൻ്റെ നീളം, ലെങ്ത് ഓഫ് എ ബി, അത് റേഡിയസിന്റെ 2 മടങ്ങ്, അതായത് ഡയാമീറ്റർ. ഡയാമീറ്ററിനെ ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതിയുടെ ഡിഗ്രി എടുത്തിട്ട് അതിന്റെ സൈൻ കാണുക. ഇതിപ്പോ ചെയ്ത് നോക്കൂ. സപ്പോസ് റേഡിയസ് 12 സെന്റിമീറ്റർ ആണെന്ന് സങ്കല്പിക്കാം. അപ്പൊ നമുക്കറിയാം 2 ഇൻറ്റു 12 ഇൻറ്റു സൈൻ c/2 എന്ന് പറയുമ്പോൾ സൈൻ 60/2. അപ്പോൾ 40 ഇൻറ്റു സൈൻ 30. 40 ഇൻറ്റു സൈൻ 30 അളവ് നമ്മൾ ആ ചാർട്ട് ഓർമ്മയുണ്ടാവണം. 30യുടെ ഓപ്പോസിറ്റ് 1. എന്താ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2. അപ്പോൾ 1/2 ആണ് ഉണ്ടാവുക. അപ്പോൾ 14 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 7. ഇതിൻ്റെ അളവ് 7 ആണ്. ഇതാണ് കോഡിൻ്റെ നീളമാണ്. ഞാൻ കണക്കാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ കോഡ് ഒഴിവാക്കിയ ശേഷം നാം ഈ ഫോർമാറ്റ് ഒന്ന് മാറ്റിയിട്ട് ചെറിയൊരു മാറ്റം നമ്മൾ എടുക്കുന്നുണ്ട്. അവിടെയാണ് നമുക്ക് വേണ്ടത്. അതായത് സർക്കിൾ തന്നതിന് ശേഷം ഒരു ട്രയാങ്കിളാണ് നമുക്ക് തരുന്നത് വിചാരിക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നു. ഈ ട്രയാങ്കിളിൻ്റെയാണ് ലെങ്ത്തുകൾ കാണേണ്ടതെന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്ക് ഡയാമീറ്റർ തന്നു. എന്നിട്ട് ഇത് ഒരു 30 ഡിഗ്രി. ഓക്കെ, ഡയാമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് നമുക്കൊരു 18 സെന്റിമീറ്റർ. എന്നിട്ട് പറയുകയാണ് ബി സിയുടെ നീളം കാണണം. ബി സിയുടെ നീളം കാണണമെങ്കിൽ നാം ചെയ്യുന്ന മെത്തേഡ് എന്താണ്? നേരത്തെ ഇതുപോലെ തന്നെ ഫോർമാറ്റ് 2r ഇൻറ്റു സൈൻ c/2 എന്നാണ് നമ്മൾ എഴുതിയത്. ആ c/2 വേണ്ട. കാരണം ഈ സെൻട്രൽ ആംഗിൾ സർക്കിളിന്റെ പാടത്തം പിടിക്കുന്നുണ്ടല്ലോ, ഈ സെൻട്രൽ ആംഗിൾ ഹാഫ് ആയിരിക്കും ഈ ആർക്ക് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പകുതി തന്നെയാണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അതുകൊണ്ട് സൈൻ c/2 അവിടെ വേണ്ട, ട്രയാങ്കിൾ ആകുമ്പോൾ കേട്ടോ. അപ്പൊ സെൻട്രൽ ആംഗിൾ അല്ല, നമുക്ക് ആംഗിൾ ഓൾറെഡി സർക്കിളിലെ പോയിന്റുമായി കണക്ട് ചെയ്തതാണ് തരുന്നതെങ്കിൽ നമുക്ക് ആ ആംഗിൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ 2r എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 2 ഇൻറ്റു 80 ഇൻറ്റു സൈൻ c സൈൻ 30 ആണ് 1/2. അപ്പോൾ 2 ഇൻറ്റു 18 തന്നെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. റേഡിയസിൻ്റെ അളവ് വരും ബി സി. ഇതേപോലെ മറ്റു വശം ഇതിൻ്റെ അളവുകൾ നമുക്ക് മെഷേഴ്സ് തന്നിട്ടില്ല, ആ തരാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഇവിടെ 30, 60, 90 അല്ല വരിക. മറ്റു അളവുകളും 35, 46 എന്നൊക്കെയുള്ള അളവുകൾ വരും. അതുകൊണ്ട് ഇതൊരു പ്രത്യേക ഭാഗമാണ്, അത് പഠിക്കാം. ഇതിന് ചെറിയൊരു മാറ്റം നമ്മളൊന്ന് ചർച്ച ചെയ്തു. നമുക്ക് ജസ്റ്റ് അപ്പോൾ ഇതാണ് നമുക്ക് 18 തന്നെന്ന് വിചാരിക്കും. നമുക്ക് എന്നിട്ട് നമ്മോട് പറയാണ് ഈ സർക്കിളിന്റെ റേഡിയസ് എന്താകും?
സർക്കിൾ സർക്കിളാണ്. ഇത് ട്രയാങ്കിളിൻ്റെ പുറത്തുള്ള ഒരു സർക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ കാണാൻ പോകും. നാം എങ്ങനെ ഫോർമാറ്റ് ചെയ്യും? നോക്കിയേ, ഫോർമാറ്റ് 2r ഇൻറ്റു സൈൻ സി സമാണ് ലെങ്ത് ഓഫ് ആർക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക് നമ്മൾ 2r കണക്കാക്കും. 2r ഈസ് ഈക്വൽ എന്ത് വരും? ലെങ്ത് ഓഫ് ആർക്ക് ബൈ സൈൻ സി എന്നുള്ള ഫോർമാറ്റ് ഉണ്ടാക്കാം. അപ്പോൾ 2r ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ആർക്ക് 18 സൈൻ സി ബൈ 2 എന്താ വരിക? സൈൻ സി ബൈ 2 1/2 അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ 1/2. അപ്പോൾ 2r ഈസ് ഈക്വൽ ടു എന്തുവാ നമുക്ക് 18 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 36 ഡയനാമിക് എന്ന് തന്നു 36 ആണ് നമുക്ക് വന്നത്. റേഡിയസ് എന്ത് വരും? 36/2 18 തന്നെ വരുന്നത്. അതങ്ങനത്തെ ഒരു വാല്യൂ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ശരി ശരി. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും റിപ്പീറ്റ് ചെയ്ത് കുട്ടികൾ കാണും. ഇനി നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം. ഏരിയ ഓഫ് സർക്കിൾ ചിലപ്പോൾ പ്രത്യേകിച്ച് നമുക്കങ്ങനെ നേരിട്ട് ചോദിക്കാമെന്നില്ല, കുറച്ച് വ്യത്യാസമായി ചോദിക്കും. ജസ്റ്റ് ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് സർക്കിൾ. റൈറ്റ് ട്രയാങ്കിൾ ഒന്നുമല്ല കേട്ടോ. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ABC ഇതൊരു 14 തന്നിട്ടുണ്ട്, ഇതൊരു 18 തന്നിട്ടുണ്ട്. നമ്മോട് ആവശ്യപ്പെടാണ് എന്ത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട്. ഏരിയ കാണാൻ പ്രത്യേകിച്ച് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ബി ഇൻറ്റു സൈൻ സി എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നാം അതിൻ്റെ ഡെറിവേഷൻ ഉൾപ്പെടെയാണ്. ഇത് കാണണമെങ്കിൽ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഇതാണ് എച്ച്, ഇതാണ് ബി. ഇത് ബി, അത് എച്ച് ആണ്. അപ്പൊ എച്ച് ആണല്ലോ. എച്ച് നമ്മൾ കൂടെ നമുക്ക് ഡി കൊടുക്കാം. എച്ച് ഈസ് ഈക്വൽ ടു എ ഡി ആണ്. അപ്പൊ എ ഡി കാണണം. എ ഡി ബൈ നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്താൽ എ ഡി ബി റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനീസ് ആണ് എ ബി. അപ്പൊ എ ഡി ബൈ എ ബി എടുക്കുമ്പോൾ നമുക്കൊരു സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ് സൈൻ 60 വരും. അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു സൈൻ 60. സൈൻ 60 നമുക്കറിയാം 60 ഓപ്പോസിറ്റ് വരിക 1 ബൈ 2. 60 ഓപ്പോസിറ്റ് √3 √3/2 √3/2 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് എ ഡി √3/2 ഇൻറ്റു എ ബിയുടെ വാല്യൂ. എ ബിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് 40. വേണമെങ്കിൽ അവിടെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നേരെ കൊണ്ടുപോയി ചെയ്യാം. ഞാൻ നേരെ കൊണ്ടുപോകുന്നു. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബിക്ക് പകരം 18 ഇൻറ്റു എച്ചിന് പകരം √3/2 ഇൻറ്റു 40. അപ്പോൾ ഈ 240 ക്യാൻസൽ 7, 218 ക്യാൻസൽ 9. അപ്പോൾ 63 √3 cm സ്ക്വയർ. cm ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്ക്വയർ. ഈ ചെയ്ത മെത്തേഡ് ആവർത്തിച്ച് കാണണം. നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തരാൻ സാധിക്കില്ല. എ ഡി കാണുന്ന ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. ശരി, ഇത് 60 വേണമെന്നില്ല, വേറെ ആളുകളൊക്കെ 35 36 ഒക്കെ ആകാം. ഇങ്ങനെയുള്ള കണക്കുകൾ അതിൽ വരും. അതും കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അത്. ഇനി അടുത്ത നമുക്ക് എടുക്കാനുള്ളത് ആംഗിളിൻ്റെ ഉപയോഗങ്ങളാണ്. ആംഗിൾ ഉപയോഗിച്ചിട്ട് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് കളിച്ച് നല്ലോണം ശ്രദ്ധിച്ചോളൂ. നമ്മൾ നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മളിനി അവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നാം വരയ്ക്കേണ്ടത്, നാം എപ്പോഴും നാമാണ് ആ പേഴ്സ്, നോക്കുന്ന പേഴ്സ് നാമാണ് സങ്കല്പിക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ വരും. നല്ലത് എളുപ്പത്തിൽ ആൾക്കാരായിരിക്കാൻ പറയട്ടെ, എങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പേഴ്സ് നമ്മളായി അല്ലേ, നമ്മളായി പേഴ്സ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഇങ്ങനെ നോക്കാം അല്ലെ, ഒരു ഹൊറിസോണ്ടലായി. ഇദ്ദേഹത്തിന് പിന്നെ ചെയ്യാം, ഇങ്ങനെയും നോക്കാം. അപ്പൊ ഇവിടെ തൊട്ട് ഇദ്ദേഹത്തിന്റെ കണ്ണ് നേരെ പതിക്കുന്ന രശ്മി കോണാവസ്ഥ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. എന്താ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ
ഇവിടെ ഒരു അളവ് തന്നു. ഈ അളവ് ഉപയോഗിച്ച് നമുക്കിത് കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈനും റേ ഓഫ് വിഷൻ. ഇത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും, ഇതോ റേ ഓഫ് വിഷൻ. ഇത് രണ്ടും കൂടി ബന്ധിക്കുന്ന ഈ പോയിന്റാണ് ഇത് പറയാ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത്. ഇനി അടുത്ത് നോക്കൂ, ഒരാൾ മുകളിൽ താഴെ ഒരു പോയിന്റ് നോക്കുകയാണ്. അപ്പൊ ഇയാൾ നോക്കുന്ന പോയിന്റ് ഇപ്പൊ ഇവിടെയാണ് ഇയാൾ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ നോക്കാം. പിന്നെ ഇയാള് ഇങ്ങനെ താഴേക്ക് ഈ പോയിന്റിലേക്ക് നോക്കാം. ഇങ്ങനെ ഈ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെയാണ് ആംഗിൾ ഫോം ചെയ്യുക. ഹൊറിസോണ്ടൽ ആംഗിൾ ഓഫ് റേ ഓഫ് വിഷനും ഇവിടെയാണ് ആംഗിൾ ഫോം ചെയ്യുക. പക്ഷെ പാരലൽ സൈഡുകളാണ് ഇതും ഇതും അല്ലെ. അതിന് ഇന്റീരിയർ ആംഗിൾക്ക് പഠിച്ചിട്ടുണ്ടാവില്ല, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ പഠിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇതാണ് ഡിപ്രഷൻ ആംഗിൾ. ഈ ഡിപ്രഷൻ ആംഗിൾ കണക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ട്രയാങ്കിൾ ഫോം ചെയ്ത് ഇവിടെയാണല്ലോ, ഇവിടെ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തീറ്റ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടേക്ക് ആക്കിയിട്ട് കണക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു കണക്ക് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആളുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ പരിഗണിക്കാം, ഇല്ലെങ്കിൽ പരിഗണിക്കാണ്ടതില്ല. അതിലേക്കൊരു കണക്ക് ഇങ്ങനെ പറയാം, ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. A man can see top of a tree at 30-degree elevation from a point 12 meters away from the bottom of the tree. ചോദ്യം ആവർത്തി കേട്ടാൽ, ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നും 12 മീറ്റർ അകലെ നിന്ന് മരത്തിന്റെ അഗ്രം 30 ഡിഗ്രി മേൽക്കോളിൽ കാണുന്നു. ഇത്രയേ ഉള്ളൂ ABC. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ട്രീ? മരത്തിന്റെ ഉയരം. ഈ മരത്തിന്റെ ഉയരമാണ് നമ്മൾ BC ആയിട്ടുള്ളത്. ഇതാണ് മരം, ട്രീ. ഇത് ബോട്ടം തൊട്ട് ഇവിടെ വരെ കാണും. നമുക്ക് എളുപ്പമാണ്, 30 തന്നുകൊണ്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സൈൻ ഉപയോഗിച്ചിട്ടുള്ള കണക്കാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? BC ആണ്. ആ BC 30 ബന്ധം നോക്കും. BC ഉണ്ട്, AB ഉണ്ട് അല്ലെ. അതായത് 30യുടെ ഓപ്പോസിറ്റ് ഉണ്ട്, അഡ്ജസ്റ്റന്റ് സൈഡ്. അതുമായി ബന്ധപ്പെട്ട tan ആണ്. tan 30 ആണ് ആര് വരുന്നത്? BC by AB വരുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ഈസ് tan. tan 30 ആണ് ഇവിടെ വരുന്നത്. ഇത് പരിഗണിച്ചിരിക്കുന്നില്ല കേട്ടോ, അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ BC എന്ന് പറയുമ്പോൾ H കൊടുത്തു, AB എന്ന് പറയുമ്പോൾ 12 കൊടുത്തു. tan 30 നമ്മളത് ഈ ഫോർമാറ്റ് ഇങ്ങനെ എപ്പോഴും വരച്ച് വെക്കാം കേട്ടോ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അതാ 30 അല്ല സോറി, ഇവിടെ 60 30. അപ്പൊ എങ്ങനെ 30 1 2 √3 ഫോർമാറ്റ് ആണ്. അപ്പൊ 30യുടെ tan എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് 1/√3 ആണ്. അപ്പോൾ ഇവിടെ ചെയ്ത് H by 12 is equal to tan 30 1/√3. H is equal to 1/√3 into 12. എങ്ങനെ ചെയ്യും? 12√3 by √3 into √3. 12/√3 ഉണ്ടല്ലോ, അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എന്ത് കിട്ടും? 12√3 by 3 is equal to 4√3. ഇവിടെ ഉയരം 4√3. നാം ഇത് മരത്തിന് ഉയരം കണക്കാക്കുമ്പോൾ √3യുടെ വാല്യൂ ആയിട്ടുള്ള 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. എനിക്ക് അവിടെ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. ഡിപ്രഷൻ ആയിരിക്കും ചെയ്ത് തരുന്നില്ല കേട്ടോ. എന്നാൽ ഇനി നമുക്കൊരു ഡബിൾ ആംഗിളുമായി ബന്ധപ്പെട്ട ഒരു കണക്ക്, വളരെ എളുപ്പത്തിൽ ഒരു കണക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നു. അതുകൂടി കഴിഞ്ഞ് നമ്മൾ ആ പാഠത്തിന്റെ ഭാഗങ്ങൾ കഴിയും. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് കൺഫ്യൂഷനിൽ ചോദിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കിച്ചോളൂ. നമ്മൾ എപ്പോഴും സാധാരണ പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എ കാർ ഈസ് പാർക്കിംഗ്. അല്ല, ഡിപ്രഷൻ വേണ്ടല്ലോ, നമുക്ക് എലിവേഷനിൽ വേണ്ട അല്ലേ. A boy can see at the top of a building at 30-degree elevation from a particular point. ഒരു 30-degree elevation ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിന്റെ അഗ്രം കാണും. By moving towards the building, ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട്
ടുവാർഡ്സ് ദി ബിൽഡിംഗ് 30 meter 30 meter ബിൽഡിംഗ് അടുത്തേക്ക് നീ കൊണ്ടുപോയി. ദി സെയിം ടോപ്പ് ക്യാൻ സീ അറ്റ് 60 degree elevation. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്? നോക്കാം ആ കണക്കനുസരിച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബിൽഡിംഗ് ഇങ്ങനെയാണ്. ഈ കുട്ടി 30 ഡിഗ്രിയാണ്. ഇവിടെ നിങ്ങൾ നോക്കും 30 ഡിഗ്രി. ഈ പോയിന്റ് എ എന്ന പോയിന്റ്. ഇനി ഈ കുട്ടി നീങ്ങിയിട്ട് 30 മീറ്റർ നീങ്ങിയതിന് ശേഷം ഈ പോയിന്റിൽ എത്തിയിട്ട് കുട്ടി വീണ്ടും ഈ ടോപ്പ് നോക്കുന്നു. അപ്പൊ എത്ര കിട്ടി? 60 ഡിഗ്രി കാണും. ഇവിടെ കുട്ടിയുടെ ഉയരം പ്രതിഫലിച്ചിട്ടില്ല. കുട്ടിയുടെ ഉയരം പ്രതിപാദിക്കുകയാണെങ്കിൽ ഇവിടെ മാറിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കാം. ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ എ കൊടുത്തു, ഇവിടെ ബി കൊടുത്തു, ഇവിടെ സി കൊടുത്തു, ഇവിടെ ഡി കൊടുത്തു. സി ഡി ആണ് ഹൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ബോർഡും സ്പേസ് കുറവുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ബി സി ഡി ആണ്. ആദ്യം ബി സി ഡി പരിഗണിക്കുന്നു. ബി സി ഡി പ്രത്യേകിച്ച് ഒന്നുമില്ല. 60 ഡിഗ്രി അളവുണ്ട്. ബി സി അളവില്ല. സി ഡി കണ്ടുപിടിക്കാണ്. അപ്പൊ ബി സി നമ്മൾ എന്ത് ചെയ്തു? എക്സ് കൊടുക്കും. അപ്പൊ നമുക്ക് ഇത് സാധിക്കും സി ഡി ബൈ ബി സി ഈസ് ഈക്വൽ ടു ടാൻ 60 ആണ്. സി ഡി എച്ച് കൊടുക്കണം, ബി സിയോ എക്സ് കൊടുക്കണം. ടാൻ 60 നാം നേരത്തെ എഴുതിയ മെത്തഡ്. എങ്ങനെ ടാൻ 60 എന്ന് പറയുമ്പോൾ എന്താ? ഈ സർക്കിൾ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം 60 30 മാർക്ക് ചെയ്തു. 1 to √3. ടാൻ 30 എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് √3 ആണ് കിട്ടുന്നത്. അപ്പോൾ √3 h is equal to √3. ഈ എക്സ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് √3x. ഇതൊരു ഇക്വേഷൻ ഒന്നാമത്തെ എടുത്തു. ഓക്കെ, മനസ്സിലായിട്ടല്ലേ? ഇനി നമ്മളൊരു ട്രയാങ്കിൾ കൂടി എടുക്കണം. ട്രയാങ്കിൾ എ സി. കൺസിഡർ ട്രയാങ്കിൾ എ സി. ഈ വലിയ ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കും. ആ ട്രയാങ്കിളിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട സി ഡി ഉണ്ട്. എ സി നമ്മൾ ഭാഗം കൊണ്ട് എടുത്താൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ 30 ആണ് കിട്ടും. ടാൻ 30 സി ഡി ബൈ എ സി ടാൻ 30 കിട്ടും. സി ഡി നമ്മൾ എച്ച് എന്റെ സെയിം ആയിട്ട് എടുക്കുന്നു. പക്ഷെ എ സിക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ തൊട്ട് ബി വരെയുള്ള 30 ഉണ്ട്, പ്ലസ് ബി തൊട്ട് സി വരെയുള്ള എക്സ് ഉണ്ട്. ഈ സീക്വൽ ടു ടാൻ 30 1/√3 ആണ്. അവിടെ നോക്കിയാൽ അറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് 1/√3. ഇനി എച്ച് ഈസ് ഈക്വൽ ടു വരും 1/√3 ഇൻറ്റു 30 പ്ലസ് എക്സ് ആണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. എനിക്ക് മൂന്നാമത്തെ പോയിന്റ് അപ്പുറത്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ. ഇവ നമുക്ക് രണ്ട് √3x കിട്ടി. എച്ചിന് പകരം ഒരു വരെ √3x, മറ്റൊന്ന് 1/√3 ഇൻറ്റു 30 പ്ലസ് എക്സ്. ഇത് രണ്ടും കൂടി നമുക്ക് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. √3x ഈസ് ഈക്വൽ ടു 1/√3 ഇൻറ്റു 30 പ്ലസ് എക്സ്. രണ്ടിന്റെ വാല്യൂ തുല്യമാണ്. അപ്പൊ നമുക്ക് ഈക്വലൈസ് ചെയ്യാം. √3x അവിടേക്ക് 1/√3 എന്നല്ലോ. √3 ഒന്നും ഇത് 1/√3 കൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എഴുതി. ഈസ് ഈക്വൽ 30 പ്ലസ് എക്സ്. √3 √3x ഇൻറ്റു √3 3x ഈസ് ഈക്വൽ 30 പ്ലസ് എക്സ്. 3x ഈ എക്സ് കൊണ്ട് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 30. 2x ഈസ് ഈക്വൽ ടു 30. x ഈസ് ഈക്വൽ ടു 30/2 ഈസ് ഈക്വൽ ടു 50. എക്സ് കിട്ടി 50. ബി സി കിട്ടി. പക്ഷെ അതല്ല നമ്മളവിടെ സി ഡി ആണ്. സി ഡി എനിക്ക് വീണ്ടും കൊടുക്കാവുന്നത് എച്ച് √3x അല്ലേ. അപ്പൊ √3 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 50 √3. എന്ത് ചെയ്യണം മക്കൾ? എന്ത് ചെയ്യണം? 15 ഇൻറ്റു 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിച്ചോളൂ. അമ്നക്ക് ഇത് കിട്ടില്ല. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. അച്ഛന ശ്രദ്ധിക്കുന്നില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നോക്കണം. അനന്തോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് നോക്കണം. കോപത്തിന്റെ പേരൊന്നുമില്ല, എഡിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ കണക്ക് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് കണക്ക് ചെയ്ത് പഠിക്കണം. ട്രൈഗണോമെട്രിക് റേഷ്യോ നിർത്തി നാളെയോ മറ്റന്നാളോ അടുത്ത കണക്ക് ചെയ്യും. മിക്കവാറും ആ ടൈം ടേബിൾ കിട്ടുമെന്ന് വിചാരിക്കണം. ഞാൻ എനിക്ക് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒന്നാം പാർട്ടുകൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ച അവസാനിച്ചോ, രണ്ടാം പാർട്ട് പഠിക്കാൻ പറ്റുന്നവർ അതും പഠിച്ചോളൂ. എല്ലാവരും ഉണ്ടോ? ഓക്കെ. പിന്നെ എനിക്ക് താടിയൊക്കെ വെട്ടി. ഇന്നലെ നമ്മുടെ 2009 ബാച്ചിൽ സമത് ബ്യൂട്ടീഷ്യനാ. അപ്പോൾ വിളിച്ചു, വേഗം വന്നു. ഇന്നലെ ഒക്കെ വെട്ടി, താടിയൊക്കെ വെട്ടി, മുടിയൊക്കെ വെട്ടി വളരെ ഭംഗിയാക്കി തന്നു.
എല്ലാ ആശംസകളും. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.